അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ വൈറലായ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് അറിയണമല്ലോ. വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല മൊഞ്ചുണ്ടായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെന്നു. കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഓരോ ഫുഡ് കാണുമ്പോൾ നമുക്കറിയാലോ. അതുപോലെ ഈ ചമ്മന്തി കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തക്കാളി നന്നായി കഴുകി നന്നായി പഴുത്ത തക്കാളി കേട്ടോ, രണ്ടാക്കി മുറിച്ചത് ഞാനിതാ കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മൂടി വയ്ക്കുക. ചെറിയ തീയിലാക്കിയിട്ട് മൂടി വയ്ക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തക്കാളിയുടെ തോലൊക്കെ ഇതുപോലെ ഇങ്ങനെ ചുളിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കതൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നമുക്കതിനങ്ങോട്ട് സ്പൂൺ വെച്ചിട്ടൊക്കെ ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂണ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് എടുത്തത് കേട്ടോ. വേഗം എടുത്താൽ കിട്ടും, പെട്ടെന്ന് തന്നെ എടുത്താൽ കിട്ടും. പക്ഷേ ഈ ഒരു അതിൻ്റെ എന്താ പറയുക, കുഴിഞ്ഞ ഭാഗമുണ്ടല്ലോ, ഞെട്ടിയുടെ ഭാഗം, അവിടെ മാത്രമാണ് നമുക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ അവിടെ മുറിച്ചിട്ട് ആ ഒരു സംഭവം അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ടാണ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്താൽ കിട്ടും കേട്ടോ. അപ്പം ഞാനത് കളഞ്ഞില്ല. കുഴപ്പമൊന്നുമില്ല, എടുത്താൽ കിട്ടുന്നുണ്ട് പെട്ടെന്ന്. അപ്പോൾ റിസ്ക് ഇല്ലാതെ എടുത്താൽ കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്. മറ്റേത് പോരണ പോലെ തന്നെ ഇതും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് നീങ്ങി പോരും കേട്ടോ. പഴത്തിൻ്റെ ഒക്കെ തോല് ഉരിഞ്ഞെടുക്കണ പോലെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതിന് ശേഷം ആ വെളുത്തുള്ളിയൊക്കെ വെന്തുണ്ട് കേട്ടോ. ആ വെളുത്തുള്ളിയൊക്കെ നമ്മളൊന്നിങ്ങനെ ഉടയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് ഉടയുന്നുണ്ട്. അപ്പോൾ അതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ചമ്മന്തി ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അതുപോലെ ഒരു കുണ്ടുള്ള പാത്രം എടുക്കുക കേട്ടോ. കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. എന്താ പറയുക, വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു പരീക്ഷണമാണല്ലോ, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 2 തക്കാളി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു 3 തക്കാളി 4 തക്കാളിയൊക്കെ എടുക്കാമായിരുന്നു തോന്നിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായി. അത് പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ചൂടോടെ തന്നെ നമുക്കിത് ആ ഗ്ലാസിൻ്റെ ഒരു മൂട് വശം വെച്ചിട്ട് തന്നെ ബാക്ക് വശം ഉണ്ടല്ലോ, ആ ബാക്ക് വശം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ പിള്ളേർക്കൊക്കെ ചോറ് കൊടുക്കില്ലേ, ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇങ്ങനെയല്ല ആദ്യം ചോറ് കൊടുത്തിരുന്നു. ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ചോറ് ഉടച്ചിട്ട് അന്ന പോലെ ഇതുപോലെ വെച്ചിട്ട് ഉടയ്ക്കുക. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുത്തിട്ട് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, കയ്യുമ്മേലേക്ക് ചൂട് വരും എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിയും മുളകൊക്കെ കുത്തണ എന്താ ചെറിയ ഒരൽ പോലത്തെ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിയൊക്കെ ചതയ്ക്കുന്നത്, അതിൻ്റെ ആ സംഭവം എടുത്തിട്ട് നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗ്ലാസ് കൊണ്ട് തന്നെ പരമാവധി ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അത് ഇല്ല, അല്ല ഗ്ലാസ് കൊണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് നന്നായി പേസ്റ്റ് ആക്കുകയൊന്നും വേണ്ട, മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ട് അരക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഉടയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ. നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ സവോള കുനുകുനാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവോളയും പച്ചമുളകും. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല, പച്ചമുളക് ആവശ്യത്തിന് ഇടുക, നമ്മുടെ എരിവിന് അനുസരിച്ച് പച്ചമുളക് ഇടുക. പിന്നെ എന്താ പറയുക, ഒരു സവോളയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് എടുത്തിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തക്കാളിക്ക് അതന്നെ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നന്നായിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്താ പറയുക, വെള്ളപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയൊക്കെ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം.